അസ്സലാമലൈക്കും. ഇന്ന് നമ്മുടെ ഒരു ചെറിയ മൊഗ്രാൽ ഓൺലൈനു വേണ്ടി അനുവദിച്ച ചെറിയൊരു അഭിമുഖത്തിൽ ഇന്ന് നമ്മോടൊപ്പം പങ്കെടുക്കുന്നത് മൊഗ്രാലിലെ പഴയകാല ഒരു അതുല്യ പ്രതിഭയായ തക്കാളി കാഞ്ഞി എന്നറിയപ്പെടുന്ന MA ഖാദർ. അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ നാടകകലയിലും കവിത, സാഹിത്യം, കലാശില്പ രംഗത്തും മാജിക്, അങ്ങനെ ജീവിതത്തിന്റെ നാനാ തുറകളിലും നല്ലൊരു എല്ലാ മേഖലയിലും തന്റെ മികവ് തെളിയിച്ച ഒരു അതുല്യ പ്രതിഭയായിരുന്ന ഖാദർ ഇന്ന് ഷാർജയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ മൊഗ്രാൽ ഓൺലൈൻ അനുവദിച്ച ഈ ചെറിയ ഇന്റർവ്യൂവിൽ താങ്കൾ പങ്കെടുക്കുന്നതിന് ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. സ്വാഗതം ചെയ്യുന്നു. അപ്പം തക്കാളി കാഞ്ഞി എന്ന് പറയുന്നതിൽ വിഷമമുണ്ടോ? അതില്ലല്ലോ. താങ്കൾ എത്ര വർഷമായി? ആ പേര് ഞാൻ ഇഷ്ടപ്പെട്ടിരുന്നു. കാരണം വേറൊരു ഇരട്ട പേര് വരുന്നുണ്ടെങ്കിൽ അതിനേക്കാളും മോശമായത് വന്ന് കളയുമോ എന്ന് ഭയന്നുകൊണ്ട് ഈ പേര് നല്ലത്. ഒരു വെജിറ്റബിളിന്റെ പേരാണല്ലോ. അപ്പൊ എത്രത്തോളം വർഷമായി നിങ്ങളിപ്പം ഗൾഫിൽ വന്നിട്ട്? ഞാൻ 27 വർഷം കഴിഞ്ഞു. 83 വന്നത്. ഷാർജയിൽ തന്നെ ആയിരുന്നു, അല്ല ദുബൈയിലൊക്കെ? അധികകാലം ഷാർജയിലായിരുന്നു. അതിനിടയിൽ ദുബൈയിലും അജ്മാനിലൊക്കെ ഇടക്കിടക്കുണ്ടായിരുന്നു. കുറെ കാലമായിട്ട് നിങ്ങള് മൊഗ്രാലുമായിട്ട് തീരെ ടച്ച് ഇല്ല എന്നൊക്കെ പറഞ്ഞു. മൊഗ്രാൽ ഇപ്പം വിട്ട് നിങ്ങൾ ഇപ്പൊ ഇവിടെ ഉപ്പളത്താണ്? മൊഗ്രാലുമായിട്ട് ടച്ച് ഇല്ല എന്ന് പറഞ്ഞാല് എന്റെ ഉമ്മ മരിച്ചതിന് ശേഷം ഞാൻ വീട് ഷിഫ്റ്റ് ചെയ്ത് ഉപ്പളത്താണ് താമസം. അതുകൊണ്ടുള്ള അകൽച്ച മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് ഒഴിവുള്ള സമയത്തൊക്കെ ഞാൻ മൊഗ്രാലിലേക്ക് വന്നുകൊണ്ടും പോയിക്കൊണ്ടൊക്കെ ഉണ്ട്. മൊഗ്രാൽ തന്നെ ജനിച്ച് കളിച്ചു വളർന്ന നിങ്ങൾക്ക് ഇപ്പൊ മൊഗ്രാല് ശരിക്കും മിസ് ചെയ്യുന്നുണ്ടാവും. തീർച്ചയായും ഏതൊരു അവസരം കിട്ടിയാലും മൊഗ്രാലിലേക്ക് വീണ്ടും പോകണമെന്നുള്ള ആഗ്രഹം മനസ്സിലുണ്ട്. എങ്ങനെയായിരുന്നു മൊഗ്രാൽ സ്കൂളിലൊക്കെ ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ അനുഭവങ്ങൾ? മൊഗ്രാൽ സ്കൂളിൽ എന്ന് പറഞ്ഞാല് ഞാൻ ക്ലാസ്സിലെ മുതിർന്ന കുട്ടിയാണ്. കാരണം സ്കൂളിൽ ചേരുമ്പോ തന്നെ 9 വയസ്സൊക്കെ ആയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് വെട്ടിച്ചുരുക്കിയിട്ട് 7 വയസ്സൊക്കെ ആക്കിയിട്ടാണ് ചേർത്തത്. അപ്പൊ അതുകൊണ്ട് സ്കൂളിൽ 1-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെ ഒരു മേജർ സ്ഥാനം എനിക്ക് ഉണ്ടായിരുന്നു മുതിർന്ന കുട്ടി എന്ന നിലയിലും. 1-ാം ക്ലാസ് മുതൽ തന്നെ ലീഡർ, എല്ലാ ക്ലാസ്സിലും ലീഡർ ഞാനായിരുന്നു. ക്ലാസ് ലീഡർ ആയിട്ടിലും മറ്റൊക്കെ. അന്ന് സ്കൂളിൽ നടന്ന യുവജനോത്സവത്തിൽ നിങ്ങൾ അഭിനയിച്ച ഒരു നാടകവും പിന്നെ നിങ്ങൾ എഴുതിയ ഇതൊക്കെ ഞാൻ അന്നൊക്കെ കണ്ടിരുന്നു. എങ്ങനെയായിരുന്നു ആ കാലത്ത്? ഞാൻ വിചാരിക്കുന്നു നിങ്ങൾ കണ്ടത് ഞാൻ അവിടെ സ്കൂളിൽ നിന്ന് വിട്ടതിന് ശേഷം പൂർവ്വ വിദ്യാർത്ഥി ഡോക്ടർ MA മൊഗ്രാലിന്റെ കൂടെ മാഹി മാഷ്, ഇല്ലു, അതുപോലത്തെ ആൾക്കാരുടെ കൂടെ ജ്വലനം എന്ന നാടകത്തിലാണ് അഭിനയിച്ച MN നായർ എഴുതിയത്. അതില് വർണ്ണിച്ചേട്ടൻ എന്ന ഒരു പാർട്ടി ഞാൻ കൈകാര്യം ചെയ്ത് എല്ലാവരുടെയും കയ്യൊടി പ്രോത്സാഹനമൊക്കെ കിട്ടിയിട്ടുണ്ട്. നന്നായിട്ടുണ്ടെന്ന് PC അവരൊക്കെ പുകഴ്ത്തിയതാ. നല്ല അഭിനയമായിട്ട്. പിന്നെ മൊഗ്രാലില് നിങ്ങൾക്ക് പഴയ ഒരു ഓർമ്മിക്കാൻ പറ്റിയ ഒരിക്കലും മറക്കാൻ പറ്റാത്ത മൊഗ്രാലിൽ നിങ്ങളൊരു അനുഭവം എന്തായിരിക്കും നിങ്ങൾ പറയാൻ? മൊഗ്രാലില് നല്ല മറക്കാൻ പറ്റാത്ത ഒരു അനുഭവം എനിക്കുണ്ട്. ഒരിക്കലും മറക്കാൻ പറ്റൂല. ആരടിച്ച് ഏൽപ്പിച്ചാലും മറക്കാൻ പറഞ്ഞാലും മറക്കാൻ പറ്റാത്ത ചില അനുഭവങ്ങളുണ്ട്. അതിലൊന്ന് ഹാരിഫ് എന്ന സുഹൃത്ത്, MA ഹാരിഫ് ഡോക്ടർ MAയുടെ അനുജനാണ്. മൊഗ്രാൽ വ്യൂ എന്ന് പറയുന്ന ഒരു പത്രം, ഈ കയ്യെഴുത്ത് പത്രം ഇറക്കിക്കൊണ്ടുണ്ടായിരുന്നു. നല്ല നിലവാരം പുലർത്തിയിരുന്നു. മൊഗ്രാലിന്റെ മുക്കിലും മൂലയിലുള്ള വാർത്തകളും ഇതൊക്കെ ടൗണിൽ ഇരുന്നു കൊണ്ട് യുവാക്കൾക്ക് വായിച്ചറിയാനും മറ്റും ഗൾഫുകാരുടെ അവസ്ഥയും മറ്റുമൊക്കെ വിവരിച്ചുകൊണ്ടുണ്ടായിരുന്നു. സ്പോർട്സിനൊക്കെ മുൻതൂക്കം കൊടുത്തിരുന്നു. അതിൽ അസൂയ പൂണ്ട ചില ആൾക്കാര് അതിനെ തകർക്കാൻ വേണ്ടി വ്യാജമായ ഒരു മൊഗ്രാൽ വ്യൂ എന്ന പത്രം രാത്രിക്ക് രാത്രി ചില കടകളുടെ ഷട്ടറിന്റെ അടിയിൽ ഇറക്കിപ്പോയി. പിറ്റേന്ന് രാവിലെ അത് കണ്ടപ്പോ വായിച്ചപ്പോ അത് വിവാദമായി. അതിൽ കുറെ മാന്യന്മാരൊക്കെ ഇകഴ്ത്തിയും തരം താഴ്ത്തിയും വില കുറച്ചൊക്കെ എഴുതിയിരുന്നു. അത് മൊഗ്രാലിലെ നല്ല യുവാക്കളൊക്കെ നല്ലോണം വേദനിപ്പിച്ചു. അപ്പോ അതിന്റെ അന്വേഷണത്തിലുള്ള സമയത്താണ് ഞാൻ നാട്ടിലെത്തുന്നത്. അന്വേഷിക്കാൻ പറഞ്ഞപ്പോ അവര് അന്വേഷിച്ചിട്ട് ആരാന്ന്, ഇതിന്റെ പിന്നിൽ ആരാണെന്ന് അറിയാണ്ട് ഇങ്ങനെ വിഷമിക്കുന്ന സമയത്ത് ആരോ 2 പേര്, കടപ്പുറം റഷീദ്, ഫുട്ബോൾ കളിക്കാരൻ, അവരൊക്കെ എന്നോട് പറഞ്ഞു നിങ്ങൾക്കത് കണ്ടുപിടിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അതിന്റെ ഉത്തരവാദി, അതിന്റെ പിന്നിൽ ആരാ പ്രവർത്തിച്ചെന്ന്.
അതിനുവേണ്ടി ഞാൻ ചില നീക്കങ്ങൾ നടത്തിയിട്ട് കണ്ടുപിടിച്ചത് നല്ലൊരു അനുഭവമായിരുന്നു. അത് മറക്കാൻ പറ്റാത്തത്. അത് കണ്ടുപിടിക്കാൻ കുറച്ച് മെനക്കെടേണ്ടി വന്നു. എങ്ങനെയാന്ന് പറഞ്ഞാല് അത് വിവരിക്കണം. കൂർമ്മ ബുദ്ധിയോട് കൂടിയിട്ട് ഒരു ഇതൊക്കെ ഉണ്ട്. എല്ലാവർക്കും പുതിയ ആൾക്കാർക്കൊന്നും അതിനെ കുറിച്ച് അറിയില്ല. അതൊരു അത് ഞാൻ അന്വേഷിച്ച് ഒരു പോയിന്റിലെത്തി. സംശയിക്കുന്ന ഒരു 1-2 ആൾക്കാരുടെ ഭാഗത്തേക്ക് എത്തി. അവരിൽ നിന്ന് അവരുടെ കൈയെഴുത്ത് കിട്ടാൻ വേണ്ടി എനിക്ക് പെട്ടെന്ന് കവിത വരും. ഞാൻ തന്നെ സ്വയം എഴുതുമ്പോ അടുത്ത വരി മറന്നു പോകും. ഒന്ന് നീ എഴുതടോ എന്നും പറഞ്ഞിട്ട് അവനെ കൊണ്ട് എഴുതിച്ചതാണ് കൈയെഴുത്ത് കിട്ടാൻ വേണ്ടി. അപ്പൊ നിങ്ങൾക്ക് തന്നെ എഴുതിക്കൂടെ എന്ന് എന്നോട് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ 2-3 വരി മനസ്സിൽ കണ്ടിട്ടുണ്ട്, ഒരു വഴി എഴുതുമ്പോ മറ്റേ വരി മറന്നു പോകും, അതുകൊണ്ട് എഴുതുന്ന ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോ അവൻ എഴുതി തന്നു. എഴുതി തന്ന കയ്യിൽ കിട്ടിയതിനു ശേഷം കൂടുതലൊന്നും ചോദിക്കേണ്ടതൊന്നും വന്നില്ല, എനിക്ക് ചെക്ക് ചെയ്യേണ്ടി വന്നില്ല. അതിനു മുമ്പ് തന്നെ ആളുടെ ഭാവമാറ്റമൊക്കെ കണ്ടിട്ട് മനസ്സിലായി. പിന്നീട് അന്വേഷണത്തിലൂടെ ഇന്നാളാണെന്ന് തെളിയുകയും അത് പിന്നീട് വലിയ വിവാദമാവുകയും ഒക്കെ ചെയ്തിരുന്നു. അത് മൊഗ്രാലിലെ എല്ലാ യുവാക്കൾക്കും അറിയാം എന്നാ തോന്നുന്നത്. ഇപ്പൊ നിങ്ങള് നാട്ടിൽ ഇപ്പൊ വെക്കേഷനിൽ നാട്ടിൽ പോയാലും മൊഗ്രാലിൽ പോവാറില്ലേ? ഇടയ്ക്കിടയ്ക്ക് ഞാൻ പോവാറുണ്ട്. നാട്ടിൽ പോയാല് മൊഗ്രാലിലേക്ക് ആഴ്ചയിൽ 2 പ്രാവശ്യമെങ്കിലും പോവാത്ത നാളുണ്ടാവില്ല. പണ്ട് നിങ്ങൾ ഉണ്ടായിരുന്ന മൊഗ്രാല് ഇപ്പൊ നിങ്ങൾ നാട്ടിൽ പോകുമ്പോ ഒരു മാറ്റം നിങ്ങൾ എങ്ങനെ നോക്കിക്കാണുന്നു? മൊഗ്രാലില് മാറ്റം എന്ന് പറഞ്ഞാൽ പഞ്ചായത്ത് തലത്തിലൊക്കെ കുറെ റോഡുകൾ, ഉൾഭാഗങ്ങളിലൊക്കെ റോഡും അത് ഇതൊക്കെ വന്നിട്ട് കുറെ മുന്നോട്ട് പോയിട്ടുണ്ട്. പിന്നെ മൊഗ്രാൽ എന്ന് പറഞ്ഞാൽ നല്ലൊരു നാടാ. ഞാൻ ജനിച്ചത് കൊണ്ടോ വളർന്നത് കൊണ്ടോ പറയുന്നതല്ല. അല്ലാണ്ട് എന്നോട് മറ്റൊരു നാട്ടുകാർ പറഞ്ഞതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇടയ്ക്ക് ഒരു കാലത്ത് മൊഗ്രാലിൽ നിന്ന് കുറെ സ്ഥലം വിലക്കെടുക്കുകയുണ്ടായി. ചൗക്കി, അടുക്കത്ത് വയൽ ഭാഗത്തുള്ള ആൾക്കാരൊക്കെ കുറെ സ്ഥലം വാങ്ങി വീട് കെട്ടാൻ വേണ്ടി. അപ്പൊ അത് കണ്ടിട്ട് ഞാൻ 1-2 ആളോട് ചോദിച്ചു, മൊഗ്രാലിൽ എന്താ നിങ്ങൾ ഇത് ആഗ്രഹിക്കുന്നത് ചോദിച്ചപ്പോ പറഞ്ഞു, മൊഗ്രാലില് വർഗീയ പ്രശ്നങ്ങളും അങ്ങനെ സംഘടനകളും ഒന്നും നടക്കാൻ സാധ്യതയില്ലാത്ത നല്ലൊരു നാടാണ്. എല്ലാത്തിനും സാഹോദര്യം, പിന്നെ സ്പോർട്സ്, കലാപരിപാടികളും മാപ്പിളപ്പാട്ടുകൾക്കൊക്കെ നല്ലോണം പ്രോത്സാഹനം കൊടുക്കുന്നതും വളർത്തുന്നതും ഒക്കെ ആയ നാടായതുകൊണ്ട് കാസർഗോഡ് ജില്ലയിലെ ഇതര ഭാഗക്കാരും മൊഗ്രാലിൽ ചേക്കേറാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. അപ്പൊ പ്രത്യേകിച്ച് മൊഗ്രാലിൽ നിന്ന് വിട്ടുപോയ എനിക്ക് എന്തുകൊണ്ട് ആയിക്കൂടാ ആ തോന്നല്. പഴയകാലം നിങ്ങള് പിന്നെ മുസ്ലിം ലീഗ് രണ്ടായിട്ടുള്ള സമയത്ത് മൊഗ്രാലിൽ ഒരുപാട് ഗോൾഡൊക്കെ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് നിങ്ങള് ഒരു അഖിലേന്ത്യാ ലീഗ് പ്രവർത്തകനായിരുന്ന നിങ്ങൾക്ക് ഒരുപാട് അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, മറക്കാൻ പറ്റാത്ത. അപ്പൊ ഞാൻ സ്റ്റുഡന്റ് ആണ്. MG അബ്ദുറഹ്മാന്റെ അമ്മാവനായ AK അബ്ദുൽ ഖാദർ എന്ന് പറയുന്ന നമ്മുടെ നാട്ടിലെ ചവിട്ടുവലയുടെ ഉപജ്ഞാതാവ്, എന്താ പറയാ, ആ ചവിട്ടുവല നാട്ടിലേക്ക് കൊണ്ടുവന്ന കാണിച്ചു തന്ന ചവിട്ടലാന്തിച്ചാന്റെ മകൻ. ഇയാൾ എന്റെ ഒരു ആരാധ്യ പുരുഷനാണ്. ഞങ്ങൾ ഒരു ലീഗിൽ ഉണ്ടായിരുന്നതാ, ഈ വിമത ലീഗ് എന്ന് പറയുന്നതിൽ ഉണ്ടായിരുന്ന ആളാണ്. അപ്പൊ മൂപ്പര് ഇലക്ഷന്റെ ഒക്കെ സമയത്ത് ലോറിയിൽ കേറിയിട്ട് ഞങ്ങള് കൂട്ടത്തോടെ നിന്ന് പാട്ട് പാടുമ്പോ ഞങ്ങൾ ഏറ്റുപാടുന്ന മറ്റേ ലീഗിനകത്ത് തെറി പറഞ്ഞിട്ടും ഞങ്ങളെ പുകഴ്ത്തിയിട്ടും ഒക്കെ ഉള്ള പാട്ടുകൾ പാടിക്കൊണ്ടായിരുന്നു. പിന്നെ വേറെ നിമിഷകവി എന്ന് തോന്നാൻ കാരണമായ 1-2 അനുഭവം കൂടി പറയാം. എനിക്ക് മറക്കാൻ പറ്റാത്തൊരു അനുഭവമാണ്. എന്റെ ജ്യേഷ്ഠന്റെ കല്യാണം. അപ്പൊ കോളാമ്പിയൊക്കെ തെങ്ങിൽ കെട്ടിയിട്ട് പാട്ടൊക്കെ വെച്ചിട്ടുള്ളത്. അപ്പൊ ബായ് പാട്ടുകാർ കൂടുതലാ. റിക്കാർഡ് ബട്ട എന്ന് പറയുന്നത് അത് കുറച്ചേ ഉപയോഗിക്കുള്ളൂ. അധികം പാട്ടുകാർ വന്നാല് വേഗം മൈക്ക് എടുത്ത് കൊടുക്കലാ പാട് എന്ന് പറഞ്ഞു. ജ്യേഷ്ഠന്റെ കല്യാണത്തിന് വീട്ടിലെത്തിയ ഉടനെ മൈക്ക് എടുത്തിട്ട് ഒരു പാട്ട് പാടി. പക്ഷെ ആ 1/2 കിലോമീറ്ററിന്റെ വഴിക്കടയിൽ ഉണ്ടാക്കിയ പാട്ടാണെങ്കിൽ എഴുതാണ്ട് ആ ട്യൂണും തെറ്റാണ്ട് പാടിയിട്ടുണ്ടെങ്കിൽ മൂപ്പരൊരു മഹാനല്ലാണ്ട് മറ്റെന്താ. പിന്നെ അത്താഴത്തിന്റെ സമയത്ത് രാത്രി ഒരു അറബി ബൈത്ത് പാടിയിട്ടാണ് എല്ലാരെയും ഉണർത്താറ് മഹീദ്ദീൻ പള്ളിയിൽ. ഈ പറയുന്ന ഈ വ്യക്തി വലിയൊരു മാജിക്കാരനാണെന്ന് കുറെ പേർക്ക് അറിയില്ലായിരുന്നു. പക്ഷെ നല്ലൊരു മാജിക്കാരനാണെന്ന് ഞാൻ പറയുന്നുണ്ട്. ഇദ്ദേഹത്തിന്റെ മാജിക് ഞാൻ കണ്ടിട്ടില്ല. എവിടെ നിന്നാണ് നിങ്ങൾ ഈ മാജിക് ഒക്കെ പഠിച്ചത്? നല്ലൊരു മാജിക് ഞാൻ പഠിക്കാനായിട്ട് ഒരു ക്ലാസ്സിലൊന്നും പോയിട്ടോ ഒരു അധ്യാപനം വെക്കുകയോ ചെയ്തിട്ടില്ല. ആരെങ്കിലും എവിടെയൊക്കെ കാണിക്കുന്ന കൈവിരുതുകളും ട്രിക്കുകളും ഒക്കെ കണ്ട് അതിനെ ചിന്തിച്ച് അതിങ്ങനെ ആയിരിക്കും എന്ന് കണ്ടെടുത്ത്
ഞാൻ സ്വയം ഉണ്ടാക്കുന്ന ചില ഐറ്റംസുകളല്ലാണ്ട്. പിന്നെ നല്ലൊരു മാജിക് ആകണം എന്ന് പറയുകയാണെങ്കിൽ കുറെ സ്റ്റേജുകളൊക്കെ അവതരിപ്പിച്ചിട്ട് വേണം. അത് അങ്ങനെ ഒരു ടൈലറിംഗ് സ്കൂൾ ഉദ്ഘാടനം ചെയ്യുന്നതാണ് ഞാൻ കുറച്ച് നന്നായിട്ടൊന്ന് അവതരിപ്പിച്ചത്. അതിൽ മൊഗ്രാൽ ഓൺലൈനിലെ മെമ്പേഴ്സിന് വേണ്ടിയിട്ട് ചെറിയൊരു പൊടിക്കൈ കാണിക്കാൻ പറ്റുമോ? പൊടിക്കൈ ഇപ്പൊ പെട്ടെന്ന് നമുക്ക് പറ്റിയത് എന്താന്ന് പറഞ്ഞാൽ നോട്ടുണ്ടോ അതിന്റെ അടുത്ത്? 50 റൺസിന്റെ നോട്ടുണ്ട്. ഓക്കെ, 50 റൺസ്. ഈ 50 റൺസിന്റെ നോട്ട് എന്തെങ്കിലും ആക്കി മാറ്റണം അല്ലേ? എല്ലാം എത്ര വലിയ മാജിക് ആയാലും കണ്ടു കഴിഞ്ഞാൽ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് കാണികൾക്ക് ഉണ്ടാവുള്ളൂ. അതുവരെ അതൊരു വണ്ടർഫുൾ പരിപാടിയായിരിക്കും. അയ്യോ ഇങ്ങനെ ഒന്നും ഉണ്ടാക്കിയോ, അല്ലാണ്ടിരിക്കുന്നല്ലോ ഒന്നും. അത് അറിഞ്ഞു കഴിഞ്ഞാൽ ഇത്രയൊക്കെ ഉള്ളൂ എന്നതാണ് കാണികളുടെ ഭാവം. ഇപ്പൊ നീ തന്ന 50ന്റെ നോട്ടിനെ ചുരുക്കി ചുരുക്കി മടക്കിയിട്ട് ഇതിനകത്ത് വെച്ച് അതിനെ നിർത്താൻ പോവാ. അപ്പൊ ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെ മാജിക് ആക്കിട്ട് എന്നെ ഇവിടെ ജീവിച്ചാൽ പോരെ, എല്ലാവരും നമ്മളിങ്ങനെ പണിയെടുക്കേണ്ട കാര്യമില്ല. ഇപ്പൊ 50-ന് 500 ആക്കാൻ പറ്റുന്നെങ്കിൽ അല്ലേ? അതാണ് മാജിക് എന്ന് പറഞ്ഞാൽ ഇല്ലാത്തതിനൊന്നും ഉണ്ടാക്കുന്നത് റബ്ബ് മാത്രമാണ്. അള്ളാഹുവിനല്ലാണ്ട് ഒന്നിനും സൃഷ്ടിക്കാൻ പറ്റില്ല. അപ്പൊ അതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോ, ഉള്ളതിനല്ലാണ്ട് ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. അങ്ങനെ ഇല്ലാത്തതിനെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നീ പറഞ്ഞതുപോലെ ഇവിടെ ഒന്നും വരണ്ടേയില്ല. ഇപ്പം നമ്മൾ ജീവിക്കുന്ന ഒരു ടെക്നോളജി ഹൈടെക് യുഗത്തിലാണ്. ഇപ്പൊ ഇന്റർനെറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോ മൊഗ്രാലിൽ നിങ്ങളന്ന് മൊഗ്രാൽ വ്യൂ പോലെ പത്രം തുടങ്ങിയതുപോലെ ഇപ്പൊ നമ്മളൊരു മൊഗ്രാൽ ഓൺലൈൻ തുടങ്ങിയത് 2 വർഷത്തോളായി. അത് നല്ല ഭംഗിയായിട്ട് മുമ്പോട്ട് പോകുന്നുണ്ട്. ഈ മൊഗ്രാൽ ഓൺലൈൻ എന്നൊരു വെബ്സൈറ്റ്, ഇങ്ങനെ ഒരു കൂട്ടായ്മ താങ്കൾ എങ്ങനെ നോക്കിക്കാണുന്നു? മൊഗ്രാൽ വ്യൂ ഇറങ്ങുന്ന സമയത്ത് ആരിഫ് എന്ന് പറയുന്ന സുഹൃത്തിന് തോന്നിയ മൈൻഡ് പ്രകാരം മൊഗ്രാൽ വ്യൂ മൊഗ്രാലിലെ ജനങ്ങൾക്ക് മാത്രം അറിയിക്കാൻ വേണ്ടിയും മൊഗ്രാലിന്റെ മുക്കിലും മൂലയിലും മൊഗ്രാലിലുള്ള പരിപാടികൾ മൊഗ്രാലിലുള്ള ജനങ്ങൾക്ക് മാത്രം അറിയിക്കാൻ ഉതകുന്നതായിരുന്നു. പിന്നെ ഗൾഫിലുള്ള മൊഗ്രാൽക്കാർ അറിയണമെങ്കിൽ ആ മൊഗ്രാൽ വ്യൂ എന്ന പത്രം ആരെങ്കിലും നാട്ടിൽ നിന്ന് വരുമ്പോ ഇങ്ങോട്ട് കൊണ്ടുവന്ന് വായിച്ചറിയുള്ളൂ. മൊഗ്രാൽ ഓൺലൈൻ എന്ന് പറയുന്നത് ഈ IT യുഗത്തില് ഏറ്റവും ഉചിതമായ ഒരു തെരഞ്ഞെടുപ്പാണ്. അത് ഉണ്ടാക്കിയ ആൾക്കാരുടെ മൈൻഡിനെയും എല്ലാം ഞാൻ പുകഴ്ത്തുന്നു. അത് ഏറ്റവും അനുയോജ്യവും ഈ യുഗത്തിന് ആവശ്യവുമായ ഒരു കാര്യമാണ്. അത് കാണുന്നത് മൊഗ്രാലിന്റെ ആൾക്കാർ മൊഗ്രാലിൽ ഇരുന്നിട്ട് മാത്രമല്ല, ലോകത്തെ എല്ലാ ഭാഗത്തും എവിടെയുള്ള മൊഗ്രാൽക്കാർക്കും മൊഗ്രാലിലെ സംഭവങ്ങളും മൊഗ്രാലിലെ വിശദ വിവരങ്ങളും വിവാദങ്ങളും ഒക്കെ ഉണ്ടാവും. മൊഗ്രാൽ ഓൺലൈൻ എന്ന് പറയുന്ന വെബ്സൈറ്റ് ലോകത്തിലുള്ള നാനാഭാഗത്തുള്ള മൊഗ്രാൽ നാട്ടുകാർ, ഗൾഫിലും നാട്ടിലും ഉള്ള ആൾക്കാരെല്ലാരും കാണുന്ന ആൾക്കാരാണ്. അപ്പം പലപ്പോഴും പരസ്പരം കാണാൻ പറ്റാത്ത പല ആൾക്കാരും ഈ ഓൺലൈനിലൂടെ കാണാറുണ്ട്. അപ്പം നിങ്ങൾക്ക് പരിചയമുള്ള പല ആൾക്കാരും മൊഗ്രാൽ ഓൺലൈനിലൂടെ നിങ്ങളെ കാണുമായിരിക്കും. അപ്പൊ അവരോട് നിങ്ങൾക്ക് ഓൺലൈനിലൂടെ എന്താ നിങ്ങൾക്ക് ഒരു സ്നേഹ സന്ദേശം കൈമാറാനുള്ളത്? ഓൺലൈൻ വീക്ഷകരോട് എനിക്ക് പറയാനുള്ളത്, ഇതിനെ മുന്നോട്ട് ഇനിയും നന്നായി വളർത്തിക്കൊണ്ടു പോകാൻ എല്ലാവരും അതിൽ പങ്കുചേരണമെന്നും അതിന് പ്രോത്സാഹനം നൽകണമെന്നും അത് കാണണമെന്നാണ്. പിന്നെ അതുപോലെ എല്ലാവരും ഈ കൂട്ടായ്മ നാടിനും നാട്ടുകാർക്കും സമൂഹത്തിന്റെ നന്മക്ക് വേണ്ടിയിട്ട് ഉതകുന്ന വിധത്തിൽ പലതും ചെയ്യാൻ കഴിയും എന്ന് പ്രതീക്ഷയുണ്ട്. അതിനെല്ലാം വിജയാശംസകളും